പ്രിയമുള്ള സഹോദരങ്ങളെ, ഇവിടെ നാം ആലോചിക്കേണ്ട, വളരെയധികം ചിന്തിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താണത്? അള്ളാഹുവിനോടുള്ള സ്നേഹം എന്നതിനോടൊപ്പം ഖുർആനിലും സുന്നത്തിലും ആവർത്തിച്ച് അവൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം പരാമർശിച്ചിരിക്കുന്നു. എന്തുകൊണ്ടാണ്? അതിനു പിന്നിലെ പാഠങ്ങൾ എന്താണ്? അതിനു പിന്നിലുള്ള പ്രധാനപ്പെട്ട 2 പാഠങ്ങൾ പ്രിയമുള്ളവരെ, അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു സ്നേഹിക്കുന്നു. അപ്പോൾ അള്ളാഹുവിനോടുള്ള സ്നേഹത്തിൻ്റെ ഭാഗമാണ് അള്ളാഹു സ്നേഹിക്കുന്നതിനെ സ്നേഹിക്കുക എന്നത്, അള്ളാഹു സ്നേഹിക്കുന്നവരെ സ്നേഹിക്കുക എന്നത്. ആ പാഠം അതിലുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നാം സ്നേഹിക്കുന്നു, നബിയുടെ സഹാബത്തിനെ നാം സ്നേഹിക്കുന്നു, അള്ളാഹുവിൻ്റെ മലായിക്കത്തിനെ നാം സ്നേഹിക്കുന്നു, മുഅ്മിനീങ്ങളെ മുസ്ലിമീങ്ങളെ നാം സ്നേഹിക്കുന്നു. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പാഠം പ്രിയമുള്ളവരെ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹമെന്ന് പറഞ്ഞാൽ അത് നമ്മെക്കാൾ, നമ്മുടെ മക്കളെക്കാൾ, മാതാപിതാക്കളെക്കാൾ, സർവ്വജനങ്ങളെക്കാൾ ഉള്ള സ്നേഹമാണ്. പക്ഷേ അതുപോലും ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിലാണ്, അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹമാണ്. അപ്പോൾ റബ്ബിനോടുള്ള സ്നേഹം എന്തായിരിക്കും? ലാ ഇലാഹ ഇല്ലല്ലാഹ്. നബിയോടുള്ള സ്നേഹം അത് അള്ളാഹുവിന് വേണ്ടിയുള്ളതാണ്. എന്നാൽ അള്ളാഹുവിനോടുള്ള സ്നേഹം അത് മറ്റാർക്കും വേണ്ടിയുള്ളതല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അതിന് ഈ വലിപ്പമുണ്ട് എങ്കിൽ റബ്ബിനോടുള്ള സ്നേഹം എന്തായിരിക്കണം, എങ്ങനെ ആയിരിക്കണം എന്ന പാഠം പ്രിയമുള്ളവരെ അതിലുണ്ട്.